पर वड़ा पाव से आपका एक पुराना रिश्ता है बड़ा। ക്രിക്കറ്റ് ഇതിഹാസം ക്രിക്കറ്റിൻ്റെ ദൈവം സച്ചിൻ ടെണ്ടുൽക്കറിനോട് ചോദിച്ചൊരു ചോദ്യമാണ് വടാപ്പാവിനോടുള്ള ഇഷ്ടം. അദ്ദേഹം അത് പറയുന്ന കേട്ടിട്ട് എനിക്ക് വടാപ്പാവിനോടൊരു ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമില്ല. കാരണം ഞാൻ ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയ കാലം മുതൽ ആരാധിച്ചിരുന്ന വ്യക്തി ആരാന്ന് വെച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ്. അദ്ദേഹം കളം വിട്ടതോടുകൂടി ക്രിക്കറ്റിനോടുള്ള ഇഷ്ടവും പോയി. അന്ന് അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് കൊക്കോക്കോളയും ബൂസ്റ്റിൻ്റെയൊക്കെ പരസ്യത്തിൽ വന്ന് അതിനോട് സ്നേഹം തോന്നി അത് കുടിച്ച് വളർന്ന ഞാനാണ് ഇപ്പോൾ ഈ വടാപ്പാവ് കാണുമ്പോൾ ഇഷ്ടം തോന്നാതിരിക്കാൻ സാധ്യതയില്ല. അതിനുശേഷം നോക്കിയപ്പോഴത്തേക്കും ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായ അംബാനി, മുകേഷ് അംബാനി കഴിഞ്ഞ ദിവസം മാച്ച് കാണാൻ വന്നപ്പോൾ ഇടയ്ക്ക് കഴിച്ച ഫുഡ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമായിരിക്കുകയാണ്. അദ്ദേഹം കഴിച്ചതും മറ്റൊന്നുമല്ല, ഈ വടാപ്പാവ് തന്നെയായിരുന്നു. അതായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒന്നും നോക്കിയിരുന്നില്ല, എന്നാൽ പിന്നെ വടാപ്പാവ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും രേഷ്മയും മോണിച്ചറിനും കൂടെ പാനിപ്പൂരി കഴിക്കാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ്. അവിടെ ചെന്നപ്പോൾ വടാപ്പാവ് ഉണ്ട്. എങ്കിൽ പിന്നെ വടാപ്പാവ് ആയിക്കോട്ടെ, എന്തായാലും ആഗ്രഹിച്ചല്ലേ. അങ്ങനെ വടാപ്പാവ് ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ, ഏതാണ്ട് നേരത്തെ നമ്മൾ കണ്ട രീതിയൊക്കെ തന്നെ. അങ്ങനെ വടാപ്പാവിൻ്റെ കൂടെ ഞങ്ങൾ പാനിപ്പൂരിയും കൂടി വാങ്ങിച്ചു. ഞങ്ങളത് അപ്പം തന്നെ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ബില്ലാണ് ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞത് കേട്ടോ. ഒരു ബന്ന് രണ്ടായിട്ട് കയറി അതിൻ്റെ നടുവിലൊരു ബോണ്ടയും വെച്ച് കുറച്ച് മസാല ഇട്ട് തന്നതിനാണോ ഈ വിലയെന്ന് തോന്നിപ്പോയി. പിന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എൻ്റെ മുഖം പറയും. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ. എന്തോ പക്ഷേ ഒരു പ്രാവശ്യമൊക്കെ കഴിക്കാം. എന്നാലും എനിക്ക് പാനിപ്പൂരിയാണ് കേട്ടോ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. പാനിപ്പൂരി ഞാൻ ഒന്ന് കഴിച്ച് നോക്കിയായിരുന്നു. പക്ഷേ ഇതൊക്കെ കഴിച്ചെങ്കിലും അവസാനം അവിടെ നിന്നും നമ്മുടെ കേരള സ്റ്റൈൽ ഒരു ചായയും ഒരു ഇലയുടെയും കഴിച്ചപ്പോഴാണ് തൃപ്തിയായത്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും സന്തോഷമായി ഗോപിയേട്ടാ, ആ ആഗ്രഹം അങ്ങ് തീർന്നു.